പഠിക്കും. ആരാ വേദ? ബഹുമാനപ്പെട്ട സുൽത്താൻ കാന്തപുര സാഹിന്റെ വേദ. കാന്തപുര സാഹിന് ഒരൊറ്റ രോഗവും നരച്ചിട്ടില്ല. നല്ല യുവത്വമാണ് ഉസ്താദ്. ഇങ്ങനെ മൈജൂത്ത് കറാമത്തിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് അങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോ ബാല്യ മഴ വന്നു. ഏത് മഴ പെയ്ത് ആൾക്കാർ ഓടാൻ തുടങ്ങി. 4 ഭാഗവും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഇങ്ങനെ കൂക്കുലിക്കാൻ വേണ്ടി കാത്തുനിന്നത്. കുറ്റിയാടിയ സ്ഥലോ ബായാറല്ല, 4 ഭാഗത്തും കാത്തുനിന്നുണ്ട് കൂക്കുലിക്കാൻ. ഉസ്താദ് ഒരൊറ്റ പറച്ചിൽ, ഒരൊറ്റ കുട്ടി എഴുന്നേൽക്കണ്ട, മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് കൊണ്ട് ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല, ഇരുന്നു അവിടെ. എന്തൊരു ധൈര്യമാണ്! അതാ വലിയ ധൈര്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മഴയങ്ങ് പോയി, വേറൊക്കെ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ചോദ്യം അച്ചടിച്ചിട്ട് വിതരണം ചെയ്തിരിക്കുന്നു ഒട്ടാകെ ഉസ്താദിനെ കൊടുക്കാൻ വേണ്ടി. ചോദ്യം ഇന്നത്തെ കുറ്റിയാടിയല്ല, അന്നത്തെ കുറ്റിയാടി ചോദ്യം കൊണ്ടൊക്കെ കളിയാ. ആദ്യമായിട്ട് ഞാൻ പോയപ്പോ 35 ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 40 ദിവസം വേറെ തന്നെ ഒറ്റ ചോദ്യം വരും. അങ്ങനെ 35 ചോദ്യം. അന്ന് ഉസ്താദിന് അച്ചടിച്ചുള്ള ചോദ്യം. അതിൽ ഒന്നാമത്തെ ചോദ്യം, തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുന്നവൻ അവന്റെ ബാപ്പന്റെ പേരും അവന്റെ പേരും എഴുതി തരണോ. പിറ്റേ ദിവസത്തെ ഒന്നാമത്തെ ചോദ്യം, ചോദ്യം ചോദിക്കുന്നവന്റെ അഡ്രസ് ചോദിക്കാം എന്നതിന് വല്ല തെളിവും ഉണ്ടോ? ചോദ്യം ചോദിക്കുന്നവന്റെ അഡ്രസ് ചോദിക്കാം എന്നതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ഉസ്താദ് അവർ ഉടനെ തന്നെ പറഞ്ഞു, സൈനബ് ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ഒരു ചോദ്യം ചോദിച്ച് സംശയം ചോദിക്കാൻ വേണ്ടി വന്നു. സൈനബ് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇത് വീട്ടിന്റെ ഉള്ളിൽ കയറിപ്പോന്ന ആളോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, 2 സ്ത്രീകളുടെ പുറത്തിരിക്കുന്നു. നബി തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, ആര്? സൈനബ. ഉടനെ റസൂൽ, ഏത് സൈനബ? ഏത് സൈനബ? അപ്പൊ ഇന്ന സൈനബ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, അതോ ബുഖാരിയിലെ ഹദീസ് തെളിവ്. അഡ്രസ് ചോദിച്ചിട്ട് മറുപടി. അങ്ങനെയാ ഓരോന്നിനും മറുപടി പറയും, കൃത്യമായ മറുപടി. അന്ന് വേദം കേൾക്കാൻ പോയിട്ട് നിങ്ങൾ ഇരിക്കും പോലെ നിൽക്കുന്നവനാണ് ഞാൻ. അന്ന് വേദം കഴിഞ്ഞ് അന്നൊരു ടാക്സി കാറും കൂട്ടിയിട്ട് ഞങ്ങൾ കുന്നായിട്ട് കുട്ടികൾ പോയതാ. തിരിച്ചു വന്നു നോക്കുമ്പോ കുറ്റ്യാടിയിൽ മാത്രം മഴ പെയ്തിട്ടില്ല, 4 ഭാഗവും ഘോരമായ മഴ പെയ്തിട്ടുണ്ട്. അത് മുഹീദ്ദീൻ ശൈഖിന്റെയും കറാമത്താണ്, കുറച്ച് സുൽത്താനുൽ ഉലമയുടെയും കറാമത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? അത്ര ധൈര്യത്തിൽ പറയുന്നത്. ഓ സഹോദരന്മാരെ, ഇത് നേരിൽ കണ്ടവനാണ് ഞാൻ. അപ്പൊ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ മുഅ്ജിസത്ത് കറാമത്തിനെ ചോദ്യം ചെയ്യണ്ട. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വായിൽ തുപ്പിക്കൊടുത്തു. അതാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മൗലിദിൽ പറഞ്ഞത്. വേദം വീളമ്പി പറവാൻ മടിച്ചാരെ വേദാന്തർ വായിൽ തുപ്പിക്കൊടുത്തോവർ. പിന്നെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വഅദിന് പിന്നെ മടിയില്ല കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോ കയ്യാർക്കും പിടിച്ചുകൂടാ, കൈക്ക് വേദനയായിരുന്നു. 25 ദിവസം മുർദബൈത്ത് വഅദ് പറഞ്ഞു കഴിഞ്ഞപ്പോ കൈക്കിപ്പോ വേദനയൊന്നുമില്ല, അൽഹംദുലില്ലാ. ഒക്കെ അല്ലാഹു തആല മാറ്റി തന്നിട്ടുണ്ട്. കർണാടകയിൽ 3 ദിവസം യാത്ര നടത്തി. കർണാടകയിൽ പോയിട്ട് കൈവേദനയാണ്ട് മടങ്ങി വന്നാൽ പിന്നെ ഒന്ന് പറയേണ്ടിയുള്ളൂ. കാരണം പിടിച്ചിട്ട് തിരിച്ചും മറിച്ചും മണക്കൂലേ കർണാടകക്കാർ. എന്നിട്ടും കൈക്കും കേടൊന്നും പറ്റിയിട്ടില്ല, അൽഹംദുലില്ലാ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബുർദബൈത്തിന്റെ വലിയ ബർക്കത്ത്. ആ ബർക്കത്ത് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിന്റെ ബർക്കത്ത്, അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് ഈ സദസ്സിന് തന്നു. തങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ കൊടുത്തു. ബഹുമാനപ്പെട്ട തങ്ങളെടുക്കൽ വരുന്ന പലർക്കും അല്ലാഹു രോഗശമനം കൊടുത്തു. എല്ലാം കൊടുക്കുന്ന രാജാവ് ഒന്ന് തന്നെ, അവനാണ് അല്ലാഹ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അവൻ പലതിനെയും പലരെയും നന്മയുടെ നിമിത്തങ്ങളാക്കി വെച്ചിരിക്കുന്നു. ആ നിമിത്തങ്ങളെ ആദരിക്കലും സ്നേഹിക്കലും ആവശ്യമാണ് കേട്ടോ. ഞാൻ 5 മിനിറ്റ് സിറാജുള്ള